മക്കളെ സ്കോട്ട്ലൻഡിലെ ഗുണാക്കാൻ കാണണോ? കണ്ടോ? ചോര വെള്ളം ഒഴുകുന്ന 70 അടി ആഴമുള്ള ഒരു മാന്ത്രിക സ്ഥലം സ്കോട്ട്ലൻഡിൽ ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുമോ? അതാണ് ഇന്നത്തെ വീഡിയോ, ഡെവിൾസ് പൾപിറ്റ്. സുഭാഷേ കേറി വാടാ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കിടിച്ചേട്ടാ പേടിയുണ്ടോ? എനിക്കോ? ചെറിയ പേടിയൊക്കെ ഉണ്ട്. നോക്കാം. ഇന്ന് പേടിക്കാനുള്ള ഒരു പ്ലേസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇനി ഐഡിയ കിടിച്ചാൻ അറിയില്ല. ഇന്ന് എന്റെ പ്ലാനാണ്. ഞാൻ ഗൂഗിളിൽ സെറ്റ് ചെയ്ത് തരാം എങ്ങോട്ടാ പോകേണ്ടത്. നമുക്ക് നോക്കാം ആരാ പേടിക്കുന്നതെന്ന്. ഇന്ന് രാവിലെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി ആയിരുന്നു. ചപ്പാത്തി ആയതുകൊണ്ട് കുറേ സമയം വിശക്കത്തില്ല എന്ന തോന്നൽ കൊണ്ടും ഒക്കെ ആയിരിക്കും എൻ്റെ മനസ്സിൽ പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് തോന്നി. പുറത്ത് നോക്കിയപ്പോൾ നല്ല ക്ലൈമറ്റും. അങ്ങനെ ഞാൻ കിടിച്ചോണ്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ, ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്ക് വിശക്കാരൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ തിരിച്ചു പോരാം, വേറെ കുക്കിംഗ് ഒന്നും ഇല്ലല്ലോ എന്ന് തോന്നി. അങ്ങനെ കിടിച്ചോണ്ട് പറയുകയും ഓക്കെ നീ പ്ലാൻ ചെയ്തു എന്ന് പറയുകയും ചെയ്തു. പുറത്ത് നോക്കിയപ്പോൾ അങ്ങനെ ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ച് പുറത്തോട്ടിറങ്ങി. അപ്പൊ ഓണപരിപാടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പനി പിടിച്ചിട്ടോ. ആദ്യം എനിക്ക് പനി പിടിച്ചു, എന്നെ നോക്കി അവസാനം കിടിച്ചോണ്ടും പനി പിടിച്ചു. അങ്ങനെ 1 വീക്ക് എനിക്ക് പനിയായിരുന്നു, സെക്കൻഡ് വീക്ക് കിടിച്ചോണ്ടും പനിയായി. നമ്മളിവിടെ സ്കോട്ട്ലൻഡിൽ വന്നിട്ട് എല്ലാ വീക്കെൻഡിലും നമ്മൾ എങ്ങോട്ടെങ്കിലും പോകും. നമുക്ക് വീട്ടിലിരിക്കാൻ ഒട്ടും ആഗ്രഹമില്ലാത്ത ആൾക്കാരാണ്. പ്രത്യേകിച്ച് വലിയ പ്ലേസ് ഒന്നും ഇല്ലെങ്കിലും നിയർ ബൈ ആണെങ്കിലും കുറച്ച് ചെറിയ പ്ലേസ് എങ്ങോട്ടെങ്കിലും നമ്മളൊന്ന് ഇറങ്ങും, വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങും. നമുക്ക് വീട്ടിൽ ഇരിക്കുന്ന ഭയങ്കര ശ്വാസം മുട്ടലാണ്. അപ്പൊ ഇപ്പൊ അടുപ്പിച്ച് 2 ആഴ്ച നമ്മൾ വീട്ടിലിരുന്നു. ആകെ എന്തോ പോലെ ആയി. പനി ഞങ്ങൾക്ക് രണ്ടുപേർക്കും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. എന്നാലും ഞങ്ങൾ ഇറങ്ങി എങ്ങോട്ടെങ്കിലും പോകണം, അല്ലെങ്കിൽ നമുക്ക് വട്ട് പിടിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്തു. But I think nowadays, having been around for 20 or so years, we can't do anything about that. നമ്മൾ പോകുന്ന പ്ലേസ് ഏതാണെന്ന് അറിയാമോ? That exposure. So one of the recommendations that come out of the study is FM song ഒക്കെ കേട്ടോണ്ടാണ് ഇരുന്നത്. ഇപ്പതാ FM ഒക്കെ മാറി BBC ന്യൂസ് മാത്രമേ കേൾക്കുന്നുള്ളൂ. ഡെവിൾസ് വർക്കായി തുടങ്ങിയ എടുത്തോട്ടാ. having somebody there to mediate with a different language. So എൻ്റെ അച്ഛനും അമ്മായിച്ചനും നല്ല കർഷകരാണ് കേട്ടോ. എന്തായാലും അതിൻ്റെ ഒരു DNA ഞങ്ങളിൽ എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. ഫാം കണ്ട പാടെ കിട്ടിച്ചേട്ടൻ വണ്ടി അങ്ങോട്ട് തിരിച്ചു. ഒരു ഷീപ്പ് ഫാം ആയിരുന്നു. ഷീപ്പ് മാത്രമല്ല, അവിടെ വേറെ എന്തൊക്കെയോ കൃഷികളുണ്ടായിരുന്നു. നമ്മൾ അവിടെ ഒന്ന് വണ്ടി നിർത്തി അതുങ്ങൾക്ക് എല്ലാവരും ഹായ് കൊടുത്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇത് നമ്മുടെ ഡെസ്റ്റിനേഷൻ്റെ സാറ്റലൈറ്റ് വ്യൂ ആണ് കേട്ടോ. കിട്ടിച്ചേട്ടാ ഇപ്പൊ മനസ്സിലായോ എവിടെ വന്നേന്ന്? ചെറിയ പേടി തോന്നുന്നുണ്ടോ? നമ്മള് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയേക്കാണ്, ഡെവിൾസ് പൾപിറ്റ്. ശരിക്കും ഒന്ന് പേടി വരുമെന്ന് പറയാൻ കാരണം എന്താ, ഇവിടെ എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. ഡേഞ്ചർ ഓഫ് ഡെത്ത് ഓർ സീരിയസ് ഇഞ്ചുറി ഫ്രം ഫോളിങ്. ഇത്തിരി റിസ്കി പ്ലേസ് ആണ്. നമുക്ക് നോക്കാം. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം കണ്ടത്. ഞാൻ നിങ്ങളെ വേറൊരു കാര്യം കാണിച്ചേട്ടെ. നല്ല രസമുണ്ട് കേട്ടോ. ഞാൻ നോക്കിക്കേ, നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റുന്ന ഫോണിക്ക് ഒരു പറ്റം പശുക്കൾ, അമ്മണി മണികളെ വെയിലൊക്കെ കൊണ്ട് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ റെസ്റ്റ് എടുത്ത് കിടക്കുകയാണ്. എന്ത് രസമാണ് കാണാന്. നോക്കിക്കേ, നമ്മളെ നോക്കുന്നുണ്ട് കേട്ടോ എല്ലാരും. എന്താണ് മനസ്സിൽ കൂടെ ചിന്തിക്കുന്നത് എടുത്തോട്ടെ. ഇപ്പൊ ഇത് 2 എണ്ണം എവിടുന്ന് വന്നതാണ് എന്നായിരിക്കും ചിന്തിക്കുന്നത്. നല്ല പച്ച പരവതാനി വിരിച്ച മുണക്കത്തെ നല്ല പുൽത്തകിടി. എന്നാ നോക്കിക്കേ, എന്ത് രസമുണ്ട് കാണാന്. ചെറിയ മഞ്ഞിന്റെ കണികളൊക്കെ നമുക്ക് കാണാൻ കഴിയുക. മഴ പെയ്തിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അതാതെ ഒന്നും പറയാനില്ല. എന്റെ ഭഗവാനെ, ശരിക്കും പേടി വരും കേട്ടോ. വെരി ഡേഞ്ചറസ് പ്ലേസ് ആണ്. എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പേടിയാവുന്നുണ്ട്. ഞാൻ വീഡിയോ അധികം കവർ ചെയ്യുന്നില്ല. എന്നാലും പറ്റുന്നിടത്ത് മാത്രം, സേഫ് ആയിട്ടുള്ള ഏരിയയിൽ മാത്രം വീഡിയോ ഞാൻ എടുത്ത് കാണിക്കാം കേട്ടോ. ഇപ്പൊ വേറൊരു കാര്യം നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾക്കിത് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോ എടുത്തു തരാം. നോക്ക്, നമ്മളിതാ ആ താഴെ കാണുന്ന പ്ലേസിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇതാണ് ശരിക്കും ചോരയുടെ കളറുള്ള വെള്ളം. ഡെവിൾസിന്റെ ചുറ്റിനും ഡെവിൾസിന്റെ ചെറിയ പോയിന്റ് ഉണ്ട് അവിടെ. ശരിക്കും ചോര വെള്ളം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. രക്തത്തിന്റെ കളറിലാണ്. ഇവിടെ മൊത്തത്തിൽ ഇതാ ഓട്ടം സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും പേടി വരും കേട്ടോ. അത് നോക്കിയേ, മഞ്ഞുമൽ ബോയ്സിലെ ഓണക്കത്തൊരു മരം. ചുമ്മാ അല്ല, അവര് എൻട്രൻസിൽ റെഡ് കളറിൽ എഴുതി വെച്ചേക്കുന്നത് ഡേഞ്ചർ ഓഫ് ഡെത്ത് എന്ന്. അന്നേരം പോലും നമ്മൾ ഇത്രയും സീരിയസ് ആണെന്ന് വിചാരിച്ചില്ല. ഞാൻ വന്നോളാം.
ഓ മൈ ഗോഡ്. ശരിക്കും ഈ ഡെസ്റ്റിനേഷനിൽ എത്താൻ 2 വഴിയുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ വരുന്ന കറക്റ്റ് വഴിയല്ല, പക്ഷേ പണ്ട് ആ കാലമായിട്ട് ആൾക്കാർ നടന്നൊരു വഴിയായിട്ട് മാറിയിട്ടുണ്ട്. ശരിക്കും ഇവിടെ ഒരു ഡബിൾ സ്റ്റെപ്പ് അല്ലെങ്കിൽ ജേക്കബ്സ് ലാഡർ എന്ന് വിളിക്കുന്ന കുറേ സ്റ്റെപ്പുകളുണ്ട്. അതുവഴിയാണ് നമുക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റുന്നത്. ഗൈസ്, എനിക്ക് എന്ത് പേടി, എനിക്കിതൊക്കെ ഒരു പേടിയാണ് എന്ന് പറഞ്ഞ ആളാണ് ഞാൻ. ഇപ്പൊ കാണിച്ചു തരാം. ഞാൻ നോക്ക് പേടിച്ചുറച്ചിരിക്കുന്നത്. ശരിക്കും പേടിച്ചിട്ടുണ്ട്. നോക്കി. ഇവർ നമുക്ക് മുന്നേ വന്നിറങ്ങിയ ഒരു 7-8 പെണ്ണുങ്ങളാണ് കേട്ടോ. ഇവരൊരു വാനിലാണ് വന്നത്. ഇവർ ഇതല്ല വഴി, വേറെ വഴിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു വിടുകയാണ്. I've been here before last year, but we couldn't find the stairs. There's Jacob's ladder. There's has to be a ladder, but we didn't find it. So now we're going to walk around and go in. Oh, that's better. Entrance. Okay. Thank you. We'll see. We will see. Okay, thank you. Thank you. You too. അവർ ഞങ്ങളോട് പറഞ്ഞു കേട്ടോ, ശരിക്കും ഇതല്ല വഴി, വേറെ വഴിയുണ്ടെന്നും ഇത് ഇത്തിരി റിസ്കി ഏരിയ ആണെന്നും. അതുകൊണ്ട് അവർ വേറെ വഴി പോകാൻ വേണ്ടിയിട്ട് അവർ തിരിച്ചിട്ടു. നമ്മളെന്തായാലും ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ജസ്റ്റ് മുന്നോട്ട് പോയി നോക്കി. ഞങ്ങൾ നോക്കി സേഫാന്ന് കണ്ടുകൊണ്ട് മാത്രം നമ്മൾ ഇറങ്ങി. പിടിച്ചിറങ്ങാനൊക്കെ പറ്റുന്ന സ്ഥലമൊക്കെ ഉണ്ട്, ബട്ട് ഇത്തിരി കെയർഫുൾ ആയിരിക്കണം. നമ്മൾ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് കെയർഫുൾ ആയിട്ട് താഴെ ഇറങ്ങാൻ നോക്കി. അഡ്വഞ്ചറസ് ക്ലൈംബിങ്, ഹൈക്കിംഗ് അല്ലെങ്കിൽ നേച്ചർ ഫോട്ടോഗ്രാഫി, വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു നല്ല സ്പോട്ടാണ് കേട്ടോ. ഇത്തിരി ധൈര്യം കൂടെ വേണമെന്ന് ഞാൻ പറയും. എക്സാക്ട് ലൊക്കേഷൻ നമ്മൾ എത്തിയേക്കാണ്. ഇതാണ് ഇതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ. വെള്ളത്തിൽ തണുപ്പില്ലാണ്ട് ഇത്രയും പ്രശ്നം ഉണ്ടായിരുന്നു. വെള്ളത്തിൽ ഭയങ്കര തണുപ്പാണ്. മരവിച്ച് നമ്മുടെ ഉപ്പാട് വരും. മേലുന്നൊക്കെ ആൾക്കാർ കണ്ട് 2 മല്ലൂസ് ഉണ്ട് കേട്ടോ നമ്മുടെ കൂട്ടത്തിൽ. ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടാണ്. അവർ എത്തിയിട്ടില്ല. ദ ഡെവിൾസ് പൾപിറ്റ് എന്നറിയപ്പെടുന്ന ഈ തോടിൻ്റെ റിയൽ നെയിം ഫിനിഷ് ഗ്ലൈൻ എന്നാണ്. കൂൺ ഷേപ്പിലുള്ള ഈ പാറ കണ്ടല്ലോ, ഈ പാറയിൽ നിന്നുമാണ് ഈ പേര് ഒറിജിനേറ്റ് ചെയ്തത്. ഈ പാറയ്ക്ക് ഈ പേര് കിട്ടാനും ഇതിനൊക്കെ പുറകിൽ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് കേട്ടോ. പിശാച് തൻ്റെ അനുയായികളെ അഭിസംബോധന ചെയ്യാൻ നിന്ന സ്ഥലമാണെന്നും അപ്പോഴെല്ലാം അവൻ്റെ പാദങ്ങളിൽ ചുവപ്പ് വെള്ളം തെറിച്ചു. ഇതുകൂടാതെ മലയിടുക്കിൻ്റെ ചുവരുകളിലെ നിന്നും മറഞ്ഞിരിക്കുന്ന ഡ്രൂയിഡുകൾ ഇവിടെ സീക്രട്ട് മീറ്റിംഗ് നടത്തിയിട്ടുണ്ടെന്നും മാത്രമല്ല മന്ത്രവാദത്തിന് പോലും ഈ സ്ഥലം ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ശരിക്കും ചെങ്കല്ലുകളാണ് ഈ കളർ നൽകുന്നത്. എന്തൊക്കെയാണെങ്കിലും ഇതൊരു മനോഹരമായ മലയിടുക്ക് തന്നെ. പിന്നെ സത്യം പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി വരാൻ നേരത്തെ ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പേടിച്ചു പോയി. പക്ഷേ ഭാഗ്യത്തിന് താഴെ എത്തിയപ്പോൾ മഴയൊക്കെ തോന്നു, സൂര്യപ്രകാശമൊക്കെ വന്നു. നല്ല രസമുണ്ടായിരുന്നു. ആ മലയിടുക്കിലൂടെ ആ സൂര്യപ്രകാശത്തിൻ്റെ ആ റേസൊക്കെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയായിരുന്നു കേട്ടോ ആ സ്ഥലത്തിന്. അവർ കുറേ പേരൊക്കെ ആ പോയിന്റിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. പക്ഷേ കിടിച്ചേട്ടൻ സമ്മതിച്ചില്ല. കിടിച്ചേട്ടന് പേടിയായി. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, ഇല്ലാത്തവർക്ക് വിശ്വസിക്കാതിരിക്കാം. സത്യം എന്ത് തന്നെയാണെങ്കിലും കിടിച്ചേട്ടൻ പറഞ്ഞു വേണ്ട, നമുക്ക് ജസ്റ്റ് അതിൻ്റെ പുറത്ത് ബാക്കിൽ നിന്ന് ചെറിയ ഫോട്ടോസൊക്കെ എടുത്തിട്ട് കുറച്ച് സമയം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ വേഗം തിരിച്ചു കയറി കേട്ടോ. ഇതാണ് ശരിക്കുള്ള വഴി. ഈ സ്റ്റെപ്പ് വഴിയാണ് നമ്മൾ വരേണ്ടത്. പക്ഷേ ഞങ്ങൾ വേറെ റൂട്ടാണ് വന്നത്. ഈ റൂട്ട് ഇത്തിരി സ്ലിപ്പറിയാണ് കേട്ടോ. നല്ല കെയർഫുൾ ആയിരിക്കണം. നമ്മൾ ഇനി ആരെങ്കിലും നെക്സ്റ്റ് ടൈം വരാനിരിക്കുകയാണെങ്കിൽ നമുക്കത് അബദ്ധമായി പോയി. നമുക്ക് ഈ ഹൈക്കിങ്ങിനായിട്ടുള്ള ഡ്രസ്സും അതുകൊണ്ട് തന്നെ ഷൂവും ഒക്കെ കരുതി വേണം ഈ പ്ലേസിലേക്ക് വരാൻ വേണ്ടിയിട്ട്. സുഭാഷേ കേറി വാടാ. അങ്ങനെ ഫൈനലി ഞങ്ങൾ മുകളിലെത്തി. ശരിക്കും ഇപ്പോഴാണ് കേട്ടോ ശ്വാസം നേരെ വീണത്. പെട്ടെന്നുള്ള യാത്രയുണ്ട്. ഫുഡൊന്നും വേറെ കരുതിയില്ല. എന്നാലും തലേന്നത്തെ കുറച്ച് ഫുഡ് അധികം ഉണ്ടായിരുന്നു. അത് വണ്ടിയിലിരുന്ന് ഒന്ന് കഴിച്ചു. വരുന്ന വഴിയിൽ ഏതൻ മിൽ എന്നൊരു ബോർഡ് കണ്ടു. ബോർഡ് കണ്ടപ്പോൾ എന്താണെന്ന് നോക്കാമെന്നുള്ള ക്യൂരിയോസിറ്റിയിൽ വണ്ടി അങ്ങോട്ടത്തേക്ക് തിരിച്ചു. നമ്മൾ വിചാരിച്ചെന്തോ മില്ലെന്തോ ആണ്. ചെന്നപ്പോഴാണ് അത് അറിഞ്ഞത് ഒരു കഫറ്റേരിയയും ഫാമും അതുകൊണ്ട് തന്നെ ചിൽഡ്രൻസിന് വേണ്ടിയിട്ടുള്ള പ്ലേ ഏരിയ ഒക്കെ ഉണ്ടായിരുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് ആയിരുന്നുണ്ട്. പഴയ വണ്ടികളൊക്കെ അവർ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് ചെടികളൊക്കെ നട്ട് വെച്ചേക്കുന്നു. കൂടാതെ വളവും വിറകുകൾ, വിൻ്റർ അടുക്കാറായി, അതുകൊണ്ട് വിറകൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി.
അകത്ത് കയറി നല്ലൊരു കഫറ്റീരിയ കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് ഒരു കേക്ക് ഓർഡർ ചെയ്തു. ഞങ്ങൾ രണ്ടും കൂടി ഒരു പീസ് കേക്ക് ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അന്നത്തെ സൂപ്പ് അവിടെ എഴുതിയിട്ടുണ്ട്. നല്ല തണുപ്പോട് ചൂടോടൊരു നല്ല സൂപ്പ് കഴിക്കാമെന്ന് വെച്ചു. അങ്ങനെ കേക്കും അതുപോലെ നല്ലൊരു ചൂട് സൂപ്പും കൂടെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഫിംഗർ ചിപ്സ് അതും കൂടെ ഞങ്ങൾ ഓർഡർ ചെയ്തു കേട്ടോ. ഇവിടെ ആരൊക്കെയോ കുട്ടികൾ ഫിംഗർ ചിപ്സ് കഴിക്കുന്നുണ്ടപ്പോൾ അതും കൊതിയായി. അങ്ങനെ വല്ലപ്പോഴും അല്ലേ ഉള്ളൂ പുറത്തുനിന്ന് ഞങ്ങൾ മാക്സിമം ഫുഡ് കഴിക്കാറില്ല. എവിടെ പോയാലും നമ്മൾ ഫുഡ് കരുതുകയാണ് പതിവ്. അപ്പോൾ ഇന്ന് വല്ലപ്പോഴും നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് സൂപ്പും ഫിംഗർ ചിപ്സും ഒക്കെ കഴിച്ച് വയറ് നല്ല പോലെ നിറഞ്ഞു. അങ്ങനെ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വിട്ടു. ഇവിടുത്തെ ആൾക്കാർ ഷോപ്പിലേക്ക് കയറി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുക കേട്ടോ. വായിക്കാനുള്ള പുസ്തകങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബോർഡ് കണ്ടോ, പാസിംഗ് പ്ലേസ്. അതായത് ഒരു വണ്ടി മാത്രമേ പാസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എതിരൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ നിർത്തിയിടണം. ആ വണ്ടി പോയതിന് ശേഷം മാത്രം പോവുക. നിറച്ച ആപ്പിള് ആവശ്യം പോലെ. ഇതൊരു വഴിയാണ്, റോഡാണ്, റോഡ് സൈഡാണ്. ഒത്തിരി ഉണ്ട്, ഒത്തിരി. ആർക്കും വേണ്ട നിൽക്കുക. അപ്പുറത്തെ സൈഡില് ഫാമാണ്. എന്റെ കേശൂട്ടൻ പറയുന്ന പോലെ ഒരു ചാക്ക് ആപ്പിളുണ്ട്. ആപ്പിൾ നല്ല പഴുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ അധികമൊന്നും പറിച്ചില്ല. 1-2 പറിച്ച് വണ്ടിയിലിട്ടു നോക്കാമെന്ന് വിചാരിച്ചിട്ട്. അതിനുശേഷം ഗൂഗിൾ മാപ്പൊക്കെ വെച്ച് നമ്മൾ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. ഏകദേശം ഒരു അരമണിക്കൂർ ഉണ്ടായിരുന്നല്ലോ കേട്ടോ. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു അരമണിക്കൂറേ ഉള്ളൂ. ഗ്ലാസ്ഗോയിൽ നിന്ന് ഒരു 1 മണിക്കൂർ അത്രയും ഡിസ്റ്റൻസേ ഉള്ളൂ ഈ പോയിന്റിലേക്ക് വരാൻ. ഓട്ടം സ്റ്റാർട്ടായി. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും, ഇലകളൊക്കെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. യെല്ലോയും റെഡും കളറൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. നെക്സ്റ്റ് വിൻ്റർ ആവാൻ പോവുകയാണ്. ഇനി ഒന്നും കൂടെ വരണം എന്ന് തോന്നി. നല്ല പ്ലേസ് ആയിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.